ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരിച്ച ഉദ്ഘാടനം ഇന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിൻ്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനമുണ്ട്. അത് ഓൺലൈൻ വഴിയുള്ള ഉദ്ഘാടനമാണ്. അപ്പോൾ അമൃത് ഭാരതി പദ്ധതി വഴിയാണിത് ആക്കിയിട്ടുള്ള. കേരളത്തിലെ 50ഓളം റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ നവീകരിച്ചിട്ടുണ്ട്. നല്ല സൗകര്യമാണ്, യാത്രക്കാർക്ക് നല്ലൊരു സൗകര്യമാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. പുതുക്കിയ ടിക്കറ്റ് കൗണ്ടറും എല്ലാം ഉണ്ട് ഇതിൽ. ചെടികളെല്ലാം വെച്ച് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റിലത്തെ പ്ലാറ്റ്ഫോം മുൻവശം. വെയിറ്റിംഗ് റൂമുകളൊക്കെ നല്ല പിന്നെ ഇത് ഓരോ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു പുതിയ സ്റ്റാളൊക്കെ തുറന്നിട്ടുണ്ട്. ഇതിലൊരുവിധം നമ്മുടെ കേരളത്തിലൊരുവിധം ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടും ഇവിടെ. വെയിറ്റിംഗ് ഷെൽട്ടറൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ലെവലാണുള്ളത്. അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം വന്നാൽ കാണുന്ന. നല്ല പുതിയ ഇരിപ്പിടങ്ങളും എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ഫ്ലൈ ഓവറിലേക്ക് കയറുന്നത്. അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ മുകളിലോട്ടേക്ക് എസ്കലേറ്റർ ഉണ്ട്. മുകളിലേക്കും താഴോട്ടേക്കും എസ്കലേറ്റർ ഉണ്ട്. എല്ലാം കോടികളെ ചിലവുള്ള നവീകരണമാണ്. പഴയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് കിട്ടിയൊരു വികസനമാണിത്. ഇത് ഫ്ലൈ ഓവറിലേക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കെല്ലാം പോകാനുള്ള ഫ്ലൈ ഓവറാണിത്, സ്റ്റെപ്പാണിത്.
ഒന്നും എവിടെ ഒരു പൊട്ടലോ സ്ക്രാച്ചോ ഒന്നുമില്ല. ടൈലൊക്കെ നല്ല പെർഫെക്റ്റാണ്. ലിസ്റ്റ് താഴേക്ക് മുകളിലൊക്കെ ഇതുവഴി അടുത്ത പ്ലാറ്റ്ഫോമിലേക്കും പോവാം. അതിൻ്റെ അടുത്ത് തന്നെ എസ്കലേറ്റർ വഴി കയറി വരുന്നത് ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് താഴ്ന്ന് മേലോട്ടേക്ക് കയറി വരുന്ന താഴോട്ടേക്ക് പോകുന്ന അതിൻ്റെ ഇപ്പുറം തന്നെ മുകളിലോട്ടേക്ക് വരുന്നുണ്ട്. ഇതിനെ നടന്നങ്ങ് പോയാൽ അടുത്ത പ്ലാറ്റ്ഫോം ഇറങ്ങാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ അപ്പുറത്തെ ആ ബ്രിഡ്ജ് വഴി പോകുന്ന വാഹനങ്ങളെല്ലാം കാണാം. ഫ്ലൈ ഓവർ ഒന്ന് നോക്കിയാൽ കാണുന്നതാണിത്. അടുത്ത തൊട്ടപ്പുറത്തുള്ള ഫ്ലൈ ഓവറായത്. 2 ഫ്ലൈ ഓവറുണ്ട്. ഇത് ഒരുപാട് വാഹനങ്ങളൊക്കെ ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. കാറും ബൈക്കും ഓട്ടോയും എല്ലാം എത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട്. ഇത് തന്നെ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ കാട് മൂടിക്കിടന്നൊരു സ്ഥലമായിരുന്നു നമ്മളെല്ലാം ഓർമ്മയിൽ. ഒരേ സമയം ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇത് വീണ്ടും മുകളിലേക്ക് പോകുന്ന സ്റ്റെയറാണ്. ഫ്ലൈ ഓവർ വഴി പോകാൻ വേണ്ടിയിട്ടുള്ള. അവിടെ തന്നെ ലിഫ്റ്റുണ്ട്. 2ാമത്തെ ലിഫ്റ്റ്. അത് രണ്ട് സ്ഥലത്തും ലിഫ്റ്റുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. എന്തായാലും നമ്മളെ നഗരത്തിൽ തന്നെയുള്ള ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ തലശ്ശേരി താലൂക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴയ താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പാലിറ്റിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ തലശ്ശേരിക്കുണ്ട്. ആദ്യമായി കേരളത്തിൽ പത്രം ഇറങ്ങിയതും തലശ്ശേരിയാണ്. പിന്നെ സർക്കസ് കലാകാരന്മാർ തുടക്കമിട്ടതും തലശ്ശേരിയാണ്. പിന്നെ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി വിറ്റതും തലശ്ശേരിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത നമ്മൾ തലശ്ശേരിക്കുണ്ട്.
എന്നാലും റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു വിധത്തിലാക്കിയത് നമ്മളെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവാണ്. അമൃത് ഭാരത് പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ട് ഇപ്പം. അതിലിപ്പോൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നല്ലോണം നവീകരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 80ഓളം റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ നവീകരിച്ചിട്ടുള്ളത്. ആ കാണുന്ന നേരത്തെ ഇപ്പോൾ കണ്ട സ്ഥലത്തൊന്നും ഒരാളും ഒരു 5-6 മണി കഴിഞ്ഞാൽ രാത്രി അങ്ങോട്ട് പോവില്ല. അത്രയും കാട് മൂടിക്കിടത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ നല്ല നവീകരിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഫ്രണ്ടാണ്, സ്റ്റേഷൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമ്മളടുത്ത വീഡിയോ കാണുവാൻ നമ്മളെ ചാനലിൽ സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.